എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ഷിംജി, മെഡിക്കൽ ഡയറക്ടർ, സൗഖ്യം ഇൻ്റഗ്രേറ്റഡ് മെഡിക്കൽ സെൻറ്റർ. രാത്രി ഉറക്കത്തിനിടയിൽ തള്ളവിരലിന് അതികഠിനമായ ത്രോബിങ് സെൻസേഷൻ, ഒരു പൾസേഷൻ വരുന്നത് പോലെയുള്ള ഒരു ഫീലിംഗ് ഉണ്ടാവുക. അതുപോലെ തന്നെ ചെറിയ സ്പർശനം പോലും അതിഭീകരമായിട്ടുള്ള വേദന ഉണ്ടാക്കുക. അതുപോലെ തന്നെ രാവിലെ എഴുന്നേറ്റ് കാല് തറയിലേക്ക് വെക്കുമ്പോഴേക്ക് സ്പർശിക്കുന്ന സമയത്ത് തന്നെ ശ്വാസം നിലച്ചു പോകുന്നത് പോലെയുള്ള ഒരു ഭീകരമായിട്ടുള്ള വേദന ഉണ്ടാവുക. ഇങ്ങനെയൊക്കെ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഗൗട്ട് എന്ന് പറയുന്ന ഒരു പ്രശ്നമുണ്ട് എന്നതിനെ സൂചിപ്പിക്കുന്നു. ഗൗട്ടി ആർത്രൈറ്റീസ് എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ട് തന്നെ ഇന്ന് കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ്. ഇത് ഒരു തരത്തിൽപ്പെട്ട ആർത്രൈറ്റീസാണ്. ആർത്ര എന്ന് പറഞ്ഞാൽ ജോയിൻ്റ് എന്ന് നിങ്ങൾക്കറിയാം, ഐറ്റീസ് എന്ന് പറഞ്ഞാൽ ഇൻഫ്ലമേഷൻ. ജോയിൻറ്റിന് വരുന്ന ഇൻഫ്ലമേഷനെയാണ് പൊതുവേ നമ്മൾ ആർത്രൈറ്റീസ് എന്ന് പറയാറുള്ളത്. പക്ഷേ ഗൗട്ടി ആർത്രൈറ്റീസ് എന്ന് പറയുന്നത് യൂറിക് ആസിഡ് ശരീരത്തിന് കൂടുതൽ വരുന്നത് കൊണ്ടുണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. ഇത് എന്തുകൊണ്ടാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശരീരത്തിനകത്തുണ്ടാകുന്ന യൂറിക് ആസിഡ് എക്സസ് ആയിട്ട് വരുമ്പോൾ ഹൈപ്പർ യൂറിസീമിയ എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ് ഇത് പറയുക. സാധാരണഗതിയിൽ പുരുഷന്മാരിൽ 7-ലധികമൊക്കെ വരുമ്പോഴാണ് ഹൈപ്പർ യൂറിസീമിയ എന്ന കണ്ടീഷനിലാണ് ഉണ്ട് എന്ന് നമ്മൾ പറയുക. സ്ത്രീകൾ അല്പം കുറഞ്ഞിട്ട് ഒരു 6.5, 6 ഒക്കെ കടക്കുമ്പോൾ തന്നെ ചിലർക്കൊക്കെ ഈ ലക്ഷണങ്ങൾ കാണിക്കാം. ഇതിൽ പ്രധാനമായിട്ട് അവർക്കുണ്ടാവുക തള്ളവിരലിൻ്റെ സൈഡിൽ അല്ലെങ്കിൽ ലോവർ എക്സ്ട്രീമിറ്റീസ്, അതുപോലെ തന്നെ ചില സമയത്ത് കൈവിരലുകളുടെ അറ്റത്തൊക്കെ വരുന്ന കഠിനമായിട്ടുള്ള വേദനയാണ്. അവിടെ ചിലപ്പോൾ നിറവ്യത്യാസം ഉണ്ടാവാം, നീർവീഴ്ച ഉണ്ടാവാം, പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു അതികഠിനമായിട്ടുള്ള വേദന ഉണ്ടാവും. അതായത് ഇൻഫ്ലമേഷൻ്റെ എല്ലാവിധ ലക്ഷണങ്ങളും ആ ഭാഗങ്ങൾ കാണിക്കാം. എന്തുകൊണ്ടാണ് ഇത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യൂറിക് ആസിഡിൻ്റെ ക്രിസ്റ്റൽ ഫോം ചെയ്ത് ആ ക്രിസ്റ്റലുകൾ വന്ന് നിങ്ങളുടെ ജോയിൻറ്റിൽ ഡിപ്പോസിറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ അടിഞ്ഞു കൂടുന്ന ക്രിസ്റ്റലുകൾ, യൂറിക് ആസിഡിൻ്റെ ക്രിസ്റ്റലുകളാണ് നിങ്ങൾക്ക് ഈ വേദന തരുന്നത്. സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു ക്രിസ്റ്റൽ ഫോം ചെയ്ത് അത് അടിഞ്ഞുകൂടിയാൽ, ക്രിസ്റ്റൽ രൂപത്തിൽ അടിഞ്ഞുകൂടിയാൽ അത് നല്ല പാറ കഷ്ണം പോലെ അത്രയും ഉറപ്പായിട്ട് അവിടെ നിൽക്കും. അതങ്ങനെ എളുപ്പത്തിൽ മാറ്റാനൊക്കെ ബുദ്ധിമുട്ടും തന്നെയാണ്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇത് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല കാര്യങ്ങളും പറയാറുണ്ട്. അതിലൊരു ജനറ്റിക്കൽ ഡിസ്പോസൽ ഉണ്ട് എന്ന് പലരും പറയാറുണ്ട്. അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് പോലും ഈ പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് എങ്കിൽ പോലും ഏറ്റവും കൂടുതലായിട്ട് ഇത് കണ്ടുവരുന്നത് നമ്മുടെ ഭക്ഷണ രീതി കൊണ്ട് തന്നെയാണ്. യൂറിക് ആസിഡിൻ്റെ അളവ് ശരീരത്തിൽ കൂടുന്നത് ചില പ്രത്യേക ഇനം പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം നമ്മൾ ധാരാളമായിട്ട് കഴിക്കുമ്പോഴായിരിക്കും. എല്ലാവിധ പ്രോട്ടീനുകളും നിങ്ങൾ പൂർണ്ണമായിട്ട് നിർത്തേണ്ടതില്ല. അതിന് പകരമായിട്ട് പ്യൂരിൻ, PURINE, പ്യൂരിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ അധികമാണെങ്കിൽ അത് പൂർണ്ണമായിട്ട് നിങ്ങൾ വർജിക്കേണ്ടത് അത്യാവശ്യമാണ്. അതേപോലെ തന്നെ ഈ ഭക്ഷണ ക്രമീകരണം പോലെ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് യൂറിക് ആസിഡ് കൂടാൻ സാധ്യതയുള്ള മറ്റൊരു കാര്യമാണ് ആൽക്കഹോളിസം. നന്നായിട്ട് മദ്യപിക്കുന്ന ആൾക്കാർക്കും യൂറിക് ആസിഡ് കൂടിയിട്ടുള്ള പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് ഇത് എങ്ങനെ മാറ്റാം എന്ന് ഒന്ന് ആലോചിക്കാം. ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ചിന്തിക്കേണ്ടത് ചില കാര്യങ്ങൾ ഒഴിവാക്കുക എന്നത് തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് കഴിക്കുന്ന ഭക്ഷണത്തിൽ എവിടെയെങ്കിലും ഒരു സംശയമുണ്ടെങ്കിൽ, ഇത് യൂറിക് ആസിഡ് കൂട്ടുമോ എന്നുള്ളൊരു സംശയമുണ്ടെങ്കിൽ, നിങ്ങൾ ആ ഭക്ഷണ പദാർത്ഥത്തിലെ പ്യൂരിൻ്റെ അളവ് ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കുക. പ്യൂരിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ, ഹൈ പ്യൂരിൻ റിച്ച് ആണ് ആ ഭക്ഷണമെങ്കിൽ നിങ്ങളത് പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. മോഡറേറ്റ് ആണെങ്കിൽ, ലൈക്ക് ഇപ്പോൾ ചിക്കൻ മോഡറേറ്റ് ആണ്, അതികഠിനമായ രീതിയിലൊന്നുമില്ല. അതുപോലെ തന്നെ മുട്ടയിലും ഇത് മോഡറേറ്റ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആഴ്ചയിൽ 1-2 ദിവസമൊക്കെ നിങ്ങൾക്ക് കഴിക്കാം. കൂടുതലുള്ളതാണ് നമ്മുടെ ഷെൽഫിഷുകളൊക്കെ, ഞണ്ട്, ചെമ്മീൻ, കണവ മുതലായ മത്സ്യങ്ങളിലൊക്കെ ഇത് കൂടുതലായിട്ടുണ്ട്. അപ്പോൾ ഇത് പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. മദ്യം വളരെ കൂടുതലാണ്, റെഡ് മീറ്റിൽ ഇത് വളരെ കൂടുതലാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. മറ്റൊന്ന്, നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കുറച്ച് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഈ പറയുന്ന ധാന്യങ്ങളും അതുപോലെ എല്ലാ കാർബ്സും അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ റിഫൈൻഡ് കാർബുകൾ അല്ലെങ്കിൽ പഞ്ചസാര പോലെയുള്ള ബേക്കറി സാധനങ്ങൾ പോലെയുള്ള റിഫൈൻഡ് കാർബുകൾ പൂർണ്ണമായിട്ടും നിർത്തുക. ധാന്യങ്ങളുടെ അളവ് അറ്റ്ലീസ്റ്റ് ഒരു നേരമെങ്കിലും പൂർണ്ണമായിട്ടും, 3 നേരം നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ ഒരു നേരമെങ്കിലും ധാന്യം പൂർണ്ണമായിട്ട് ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ഭക്ഷണ രീതിയിലേക്ക്, വെജിറ്റബിൾസും സൂപ്പുകളൊക്കെ ധാരാളം കഴിച്ചുകൊണ്ടുള്ള ഒരു ഭക്ഷണ രീതിയിലേക്ക് വരിക.
അതുപോലെ പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡുകൾ, നമ്മൾ പാക്കറ്റിലൊക്കെ അടച്ചു വരുന്ന ഫുഡുകളൊക്കെ പൂർണ്ണമായിട്ടും അല്പകാലത്തേക്ക് നിർത്തിവെക്കുക. നേരത്തെ പറഞ്ഞ മദ്യം പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. ഇനി നമ്മൾ കഴിക്കേണ്ടത് എന്താ? ധാരാളമായിട്ട് വെജിറ്റബിൾസും ഫ്രൂട്ട്സും നിങ്ങൾക്ക് കഴിക്കാം. ഫ്രൂട്ട്സും വെജിറ്റബിൾസും എത്ര കഴിക്കുന്നോ അത്ര കണ്ട് യൂറിക് ആസിഡിന് അത് ഗുണം ചെയ്യുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ ചിക്കൻ പോലെയുള്ള മാംസത്തിൻ്റെ സൂപ്പ് വെച്ചിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. സൂപ്പും നന്നായിട്ട് നിങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണമായിട്ട് ഉപയോഗിക്കാം. അതേപോലെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് നെറ്റിൽ ലീഫ്, ചൊറിയണത്തിൻ്റെ ഇല, അല്ലെങ്കിൽ നെറ്റിൽ ലീഫ് എക്സ്ട്രാക്റ്റ് ഇപ്പോൾ അവൈലബിൾ ആണ്. നെറ്റിൽ ലീഫ് എക്സ്ട്രാക്റ്റൊക്കെ വളരെ നന്നായിട്ട് ഈ പറയുന്ന യൂറിക് ആസിഡിനെ കുറച്ച് കൊണ്ടുവരുന്നതായിട്ട് കാണാം. അതുപോലെ ഒമേഗ-3, റെഗുലറായിട്ട് ഒമേഗ-3 ഈ പ്രശ്നമുള്ളവർ ഉപയോഗിക്കുന്നതും ഇൻഫ്ലമേഷൻ, നീർക്കെട്ടിൻ്റെ സാധ്യതകൾ പൂർണ്ണമായിട്ടും കുറച്ച് കൊണ്ടുവരാൻ വേണ്ടി സഹായിക്കുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ് ബ്രൊമാലിൻ. ബ്രൊമാലിൻ എന്ന് പറയുന്നത് നമുക്കറിയാം പൈനാപ്പിളിലുള്ള ഒരു ഘടകമാണ്. അപ്പോൾ പൈനാപ്പിൾ നന്നായിട്ട് കഴിക്കുന്നതൊക്കെ ഈ ക്രിസ്റ്റൽ ഫോർമേഷനെ ചെറുക്കാനും ഉള്ള ക്രിസ്റ്റൽസിനെ കുറച്ചൊക്കെ ഒഴിവാക്കാനൊക്കെ നമ്മളെ ഒത്തിരി സഹായിക്കുന്ന ഒരു ഘടകം തന്നെയാണ്. ശരീരത്തിനകത്ത് മഗ്നീഷ്യം കുറഞ്ഞു കഴിഞ്ഞാലും ഈ പറയുന്ന ക്രിസ്റ്റൽ ഫോർമേഷനുള്ള സാധ്യത വർദ്ധിച്ചു വരുന്നതായിട്ടും പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. അപ്പോൾ മഗ്നീഷ്യം ധാരാളമുള്ള സ്പൈനാഷ് പോലെയുള്ള, അവക്കാഡോ പോലെയുള്ള കാര്യങ്ങൾ കൂടുതൽ കഴിക്കാൻ വേണ്ടി നിങ്ങൾ തയ്യാറാവുക. ഞാൻ നേരത്തെ പറഞ്ഞു പിന്നെ സീലറി ഇലകൾ നിങ്ങൾ ഉപയോഗിക്കുന്നതും അതുപോലെ മുള്ളങ്കി ഉപയോഗിക്കുന്നതൊക്കെ നിങ്ങളെ നന്നായിട്ട് യൂറിക് ആസിഡ് കുറച്ച് കൊണ്ടുവരാൻ വേണ്ടി സഹായിക്കുന്ന ഘടകങ്ങളാണ്. ചെറി, വ്യത്യസ്ത രീതിയിലുള്ള ചെറി പഴങ്ങൾ, അത് ഡ്രൈ ഫ്രൂട്ട്സ് ആയിട്ടോ അല്ലാതെയോ ഉപയോഗിക്കുന്നതും അതൊക്കെ ആൻറ്റി ഓക്സിഡൻറ്റുകളായതുകൊണ്ട് തന്നെ ഈ ക്രിസ്റ്റൽസിനെ കുറച്ച് കൊണ്ടുവരാൻ അത് സഹായിക്കും. ധാരാളമായിട്ട് വെള്ളം കുടിക്കുക. നിർജ്ജലീകരണം തീർച്ചയായിട്ടും ക്രിസ്റ്റൽ ഫോർമേഷൻ്റെ അളവ് വർദ്ധിപ്പിക്കും. ഇനി എല്ലാ മടമ്പിന് വരുന്ന വേദനയും അല്ലെങ്കിൽ കാൽപാദത്തിന് വരുന്ന വേദനയും ഗൗട്ടി ആർത്രൈറ്റിസ് ആണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അവിടെ വരുന്ന വേറെയും ചില കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് പ്ലാന്റാർ ഫാസൈറ്റിസ് എന്ന് നമ്മൾ വിളിക്കുന്ന ഒരു പ്രശ്നം. ഈ ഒരു പ്രശ്നം വരുന്നത് കാൽപാദത്തിൻ്റെ താഴ്ഭാഗത്ത് ഉണ്ടാകുന്ന അതികഠിനമായ വേദനയാണ്. ഇത് യൂറിക് ആസിഡ് പോലെയല്ല. പ്ലാന്റാർ ഫാസൈറ്റിസ് എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മളെ എല്ലുകൾ അവിടെ ഏകദേശം 26 എല്ലുകളാണുള്ളത്. ഈ 26 എല്ലുകളെയും വളരെ കൃത്യമായ രീതിയിൽ അറേഞ്ച് ചെയ്ത് അവിടെ വെച്ചിട്ടാണുള്ളത്. അതിനൊക്കെ കണക്റ്റ് ചെയ്ത് നമ്മുടെ ഭാരം, ശരീരത്തിൻ്റെ ഭാരം ശരിയായ രീതിയിൽ പാദങ്ങളിലേക്ക് ക്രമീകരിച്ച് കൊടുക്കുന്നത് ഫേഷ്യയാണ്. ഫേഷ്യ എന്ന് പറഞ്ഞാൽ അതിനകത്ത് വരുന്ന ഒരു ലെയർ, അത് കൃത്യമായിട്ട് ശരീരത്തിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നു, കാൽപാദത്തിന് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. അതാണ് നമ്മുടെ ആർച്ചിനെ, കാലിൻ്റെ പാദത്തിൻ്റെ അടിയിൽ കണ്ടാൽ നിങ്ങൾക്കൊരു ആർച്ച് കാണാം, ആ ഒരു വളവ്. ആ വളവിനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭാരം ക്രമീകരിച്ച് പാദത്തിൻ്റെ എല്ലാ ഭാഗത്തും എത്തിക്കാൻ സഹായിക്കുന്നതൊക്കെ ഈ ഫേഷ്യയാണ്. ഈ ഫേഷ്യയിൽ ധാരാളമായിട്ട് നമ്മൾ സ്ട്രെയിൻ കൊടുക്കുകയാണെങ്കിൽ, ഉദാഹരണത്തിന് നിങ്ങൾ പിന്നെ ഓവർ വെയ്റ്റുള്ള ഒരാളായിട്ട് മാറിയിട്ടുണ്ടെങ്കിലോ, അല്ലെങ്കിൽ നിങ്ങൾ കൂടുതലായിട്ട് ഈ കാൽപാദങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ തണുപ്പിന് നിങ്ങൾ കൂടുതൽ സമയം ഇത് വെക്കുന്നതൊക്കെ ഉണ്ടെങ്കിൽ ഒരു പക്ഷേ ഈ ഫേഷ്യ ചുരുങ്ങാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് മടമ്പിനോട് ചേർന്നിട്ടുള്ള ഭാഗത്ത് ഈ ഫേഷ്യ ചുരുങ്ങും. ഈ ഫേഷ്യ ചുരുങ്ങുന്നതിന് മറ്റു പല കാരണങ്ങളുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ ടെൻഡോ അക്വിലസ് എന്ന് പറയുന്ന ഇത് കാൽപാദമാണെങ്കിൽ കാൽപാദത്തിന് മുകളിലേക്ക് വരുന്ന ഭാഗത്ത് വരുന്ന ഒരു ടെൻഡോൺ, ഒരു നേർച്ച തന്തു, ഇതിന് വരുന്ന എന്ത് പ്രശ്നങ്ങളും നിങ്ങളെ പ്ലാന്റാർ ഫാസൈറ്റിസിലേക്ക് നയിച്ചേക്കാം. അല്ലെങ്കിൽ ശരീരത്തിന് മൊത്തമായിട്ട് വരുന്ന മഗ്നീഷ്യത്തിൻ്റെ അപര്യാപ്തത ഒരു പക്ഷേ നിങ്ങളുടെ മസിൽസിന് റിലാക്സ് ചെയ്യാനുള്ള കഴിവ് കുറയ്ക്കുകയും മഗ്നീഷ്യത്തിൻ്റെ കുറവും നിങ്ങളെ പ്ലാന്റാർ ഫാസൈറ്റിസിലേക്ക് നയിക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം വരികയാണെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഇതിന് പ്രധാനമായിട്ട് ഞാൻ പറഞ്ഞു ഫേഷ്യ ചുരുങ്ങും. മറ്റൊന്ന് നമ്മുടെ ആർച്ച് ഒന്ന് ലോസാവും. നിങ്ങൾക്ക് കാൽപാദം വെച്ച് കഴിഞ്ഞാൽ അതിനകത്തേക്ക് ഒരു പെണ്ണൊക്കെ അതിനകത്തേക്ക് കയറ്റാൻ പറ്റും. പക്ഷേ ചിലരുടെ കാൽപാദം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഫ്ലാറ്റ് ആയിരിക്കും. ഈ ഫ്ലാറ്റ് ആയിട്ടുള്ള ആർച്ച് ഇതിന് പ്രധാനപ്പെട്ടൊരു കാര്യം തന്നെയാണ്. അപ്പോൾ പലപ്പോഴും നമ്മുടെ തെറ്റായ പോസ്റ്റേഴ്സ്, നമ്മൾ നിൽക്കുന്ന അല്ലെങ്കിൽ നടക്കുന്ന രീതിയൊക്കെ ഈ പറയുന്ന പ്ലാന്റാർ ഫാസൈറ്റിസിന് ഇടവരുത്തും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഉപയോഗിക്കുന്ന ചെരുപ്പാണ്. വളരെ ടൈറ്റായിട്ടുള്ള ഷൂസ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ വളരെ വലിഞ്ഞു മുറുക്കി കാലിനെ കെട്ടുന്ന രീതിയിലുള്ള ചെരുപ്പുകൾ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഹീല് വർദ്ധിച്ച ചെരുപ്പുകൾ ഉപയോഗിക്കുക. പലപ്പോഴും ഫാൻസി ചപ്പൽസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. മിക്ക ഫാൻസി ചപ്പലിൻ്റെയും നമ്മുടെ പാദം ചേർന്ന് വരുന്ന ഭാഗം വളരെ ഹാർഡായിരിക്കും. ഇത്തരത്തിൽ വളരെ ഹാർഡായിട്ടുള്ള ചെരുപ്പുകൾ ഉപയോഗിക്കുക. ഇതൊക്കെ
ഇതൊക്കെ നിങ്ങൾക്ക് പ്ലാന്റർ ഫാസൈറ്റിസ് ഉണ്ടാക്കാനുള്ള ഏറ്റവും നല്ല സാധ്യതകളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഗൗട്ടി ആർത്രൈറ്റിസ് മാത്രമല്ല, പ്ലാന്റർ ഫാസൈറ്റിസിലും നിങ്ങൾക്ക് ഈ പറയുന്ന വേദന ഉണ്ടാകാം. ഇനി ഇത് മാത്രമാണോ? അല്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ടെൻഡോ അക്യൂലസ്, ശരീരത്തിലെ ഏറ്റവും ശക്തിയുള്ള ഒരു ഭാഗമാണ് ഈ ടെൻഡോ അക്യൂലസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മുടെ കാലിൻ്റെ മടമ്പും കാലുമായിട്ട് ചേരുന്ന പുറകുഭാഗത്ത് നിങ്ങൾ തൊട്ട് നോക്കിയാൽ ഒരു നല്ല ഹാർഡായിട്ടുള്ള ഒരു ലിഗമെൻ്റ് കാണാം. ഈ മസിൽസ് വന്നിട്ട് ഒരു നാട പോലെ വന്നിട്ട് അവിടെ കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കാലിൻ്റെ മൊത്തമായിട്ടുള്ള പ്രവർത്തനത്തിനെ സ്വാധീനിക്കുന്നതുകൊണ്ട് ടെൻഡോ അക്യൂലസ് എന്ന് പറയുന്ന ടെൻഡോൺ വളരെ സ്ട്രോങ് ആണ്. ഈ ടെൻഡോ അക്യൂലസിൽ നിന്ന് വരുന്ന ഏത് ഇൻഫ്ലമേഷൻസും നിങ്ങളുടെ ഈ പറയുന്ന കാൽപാദത്തിന് വരുന്ന പ്രശ്നങ്ങളിലേക്ക് ഇടവരുത്താം, വേദനയിലേക്ക് ഇടവരുത്താം. അപ്പോൾ ടെൻഡോ അക്യൂലസിന് വരുന്ന ഏത് ഇൻഫ്ലമേഷൻസും പാദത്തിന് വേദന ഉണ്ടാക്കാം. ഇനി നാലാമതായിട്ട് നോക്കുകയാണെങ്കിൽ കാൽക്കേനിയസ് സ്പർ. ചില സമയത്തൊക്കെ രാവിലെ എഴുന്നേറ്റിട്ട് കാല് തറയിലേക്ക് വെക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച എല്ലാ വിഷയത്തിലും ഇതുണ്ടാവാം. പക്ഷേ മറ്റ് ചിലർക്ക് രാവിലെ എഴുന്നേറ്റ് കാല് ചവിട്ടാനൊന്നും വലിയ കുഴപ്പമുണ്ടാവില്ല. അവർക്ക് കുറേ നേരം നടന്നു കഴിഞ്ഞാൽ പലപ്പോഴും ഈ ബ്ലാഡർ ഫാസൈറ്റിസിലൊക്കെ വേദനയുണ്ടെങ്കിലും അല്പം നടന്നു കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഒന്ന് റിലാക്സ് ഒരു ഐസിൽ കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാലോ ഒക്കെ ഇത് വേദന കുറഞ്ഞു വരുന്നതായിട്ട് കാണാം. അതെങ്ങനെയാണ് വെക്കേണ്ടത് ഞാൻ സൂചിപ്പിക്കാം. പക്ഷേ മറ്റ് ചിലർക്ക് കുറേ നേരം നിന്നിട്ട് ജോലിയൊക്കെ എടുക്കുമ്പോഴാണ് ഈ വേദന വരിക. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് പലപ്പോഴും നമ്മൾ എക്സ്റേ ഒക്കെ എടുപ്പിച്ച് നോക്കുക. എക്സ്റേ എടുക്കുമ്പോഴേക്കും നിങ്ങൾക്ക് അറിയാം, കാൽക്കേനിയം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മടമ്പിൻ്റെ ഭാഗത്ത് വരുന്ന എല്ല്, ആ എല്ലിൻ്റെ താഴെ ഭാഗത്ത് ഒരാണി പോലെ താഴേക്ക് അല്പം ഒരു ഗ്രോത്ത്, ഒരു വളഞ്ഞ ഒരു ഗ്രോത്ത് വന്നിട്ടുണ്ടാവും. ഇത് ശരിക്കും നമ്മളൊരു ആണി കയറി ചവിട്ടുന്ന അതേ ഫീലിംഗ് ആണ് കാലിനുണ്ടാക്കുക. അപ്പോൾ അതികഠിനമായിട്ടുള്ള വേദനയായിരിക്കും. ഇത് ഗൗട്ടി ആർത്രൈറ്റിസ് ആയിട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഇത് കാൽക്കേനിയസ് സ്പർ എന്ന് പറയുന്ന പ്രശ്നമാണ്. കാൽക്കേനിയസ് സ്പർ ആയാലും പ്ലാന്റർ ഫാസൈറ്റിസ് ആയാലും നിങ്ങൾ ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുടെ ഭാരം കുറയ്ക്കുക. അമിതവണ്ണം ഉള്ള ആളാണെങ്കിൽ ഭാരം കുറയ്ക്കുക. അല്ലെങ്കിലോ ഇപ്പോൾ നിങ്ങൾക്ക് ധാരാളമായിട്ട് ഈ സിലിക്കോൺ ജെല്ല് അടങ്ങിയ ഈ നമ്മുടെ മടമ്പിന് ഷൂസിനകത്തൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള സിലിക്കോൺ ജെല്ല് കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള ജെല്ലുകൾ നിങ്ങളുടെ ഷൂസിനകത്തേക്ക് വെച്ചിട്ട് ഉപയോഗിക്കുന്നതും ഈ പറയുന്ന വേദന കുറക്കാൻ വേണ്ടി ധാരാളമായിട്ട് സഹായിക്കും. മറ്റൊന്ന് ഐസ് ബോട്ടിലാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഐസ് കൃത്യമായിട്ട് അപ്ലൈ ചെയ്യുന്നതും ഈ പറയുന്ന വേദനകൾ കുറയ്ക്കാൻ, പ്ലാന്റർ ഫാസൈറ്റിസിൻ്റെയും കാൽക്കേനിയസ് സ്പറിൻ്റെ ഒക്കെ വേദന കുറക്കാൻ വേണ്ടി സഹായിക്കുന്ന മറ്റൊരു കാര്യമാണ്. ചിലരൊക്കെ ചോദിക്കും, ഞാൻ തണുപ്പത്ത് ചവിട്ടുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. ഈ തണുപ്പ് നമ്മൾ ഫ്ലോറിൽ ചവിട്ടുന്നത് പോലെയല്ല ഐസ് അപ്ലിക്കേഷൻ ഉണ്ടാവുക. ഐസ് അപ്ലിക്കേഷൻ ഒരു ദിവസം 2 or 3 തവണയായിട്ട് നിങ്ങളൊരു 5-10 മിനിറ്റ് വെച്ച് കൊടുക്കുകയാണെങ്കിലും വേദന വളരെ കൃത്യമായിട്ട് കുറഞ്ഞു വരുന്നതായിട്ട് കാണാം. മറ്റൊരു ടെക്നിക്ക് നമ്മൾ പറയുക ഹോട്ട് ആൻഡ് കോൾഡ് അപ്ലിക്കേഷനാണ്. ഒരു 3 മിനിറ്റ് ചൂടുവെള്ളത്തിൽ കാല് വെക്കുക, അതിൽ നിന്ന് നേരെ 2 മിനിറ്റ് തണുത്ത വെള്ളത്തിലേക്ക് കാല് മാറ്റി വെക്കുക. അത് 3, 2, 5 മിനിറ്റായി അങ്ങനെ 4 റൗണ്ട് നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഒരു 20 മിനിറ്റ് മാറി മാറി ഈ ചൂടിലും തണുപ്പിലും 3:2 എന്ന അനുപാതത്തിൽ ചൂടിലും തണുപ്പിലും കാല് മാറ്റി മാറ്റി വെക്കുന്നതും ഈ പറയുന്ന വേദനകൾ വളരെ നന്നായിട്ട് ചുരുക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം, കാലിന് വേദന ഉണ്ട് എന്നതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് ഗൗട്ടി ആർത്രൈറ്റിസോ ആണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ പ്രശ്നം വന്നത് എന്നുള്ള ശരിയായ ഡയഗ്നോസിസിലേക്ക് പോവുകയാണ് വേണ്ടത്. തീർച്ചയായിട്ടും ഗൗട്ടി ആർത്രൈറ്റിസിന് കൊടുക്കുന്ന ട്രീറ്റ്മെൻ്റ് അല്ല പ്ലാന്റർ ഫാസൈറ്റിസിന് കൊടുക്കേണ്ടത്. അതല്ല ഒരിക്കലും കാൽക്കേനിയസ് സ്പറിൽ വരിക. ഇതിനൊക്കെ ടെൻഡോ അക്യൂലസിൽ വരുന്ന ഇൻഫ്ലമേഷന് വരുന്ന ട്രീറ്റ്മെൻറ്റ് വേറെയാണ്. അപ്പം മൂലകാരണം കണ്ടെത്തി അതിനെ ശരിയായ രീതിയിൽ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് കാൽപാദത്തിന് വരുന്ന അതികഠിനമായ ഏത് വേദനയ്ക്കും ഒരു ശാശ്വത പരിഹാരത്തിന് വേണ്ടി നമുക്ക് ചെയ്യാനുള്ളത്. കൂടുതൽ വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.